കനിവിൻ്റെ ദർശനം, കനവിലും കരളിലും കാത്തുപരിപാലിക്കുന്ന ജീവിതം. അതാണെന്നും ഇസ്ലാമിക ജീവിതത്തിൻ്റെ ഉണ്മയും ഉണർവും ഊർജ പരിപ്രേക്ഷ്യവും. ആ ആത്മീയോർജത്താൽ സംശുദ്ധീകരിക്കപ്പെട്ട വിശാല വഴിത്താരയിലാണ് കാരുണ്യത്തിൻ്റെ കൈത്താങ്ങും കരുതൽ താങ്ങുമായി അതുല്യകാന്തിയാൽ മാർഗവെട്ടം പ്രസരിച്ചുകൊണ്ട് കനിവെന്ന പ്രസ്ഥാനം കരുത്തോടെ നിലകൊള്ളുന്നത്. കോഴിക്കോട് നഗരപരിധിയിലാണ് ജില്ലയിലെ ഇസ്ലാമിക സേവന പ്രവർത്തികളുടെ ഈ ആസ്ഥാന കേന്ദ്രം. സ്വജീവിതത്തിൻ്റെ ആഹ്ലാദ നിമിഷങ്ങളെ അസന്തുഷ്ടിയിലേക്കും അസ്വസ്ഥതകളിലേക്കും അരക്ഷിതാവസ്ഥയിലേക്കും ആനയിക്കുന്ന അത്യഗാധമായ ചുഴിക്കുത്തുകളാണെന്നും രോഗപീഠകളും ദാരിദ്ര്യവും. ആതുരാലയങ്ങളിൽ അഭയം പ്രാപിച്ച് അതിജീവനത്തിനായി അവിരാമം കഷ്ടപ്പെടുന്ന സർവ്വദുരിത ജീവിതങ്ങൾക്കും പ്രപഞ്ചനാഥൻ്റെ അനുഗ്രഹം പേറി ആപൽ ബന്ധുവാവുകയാണെന്നും കനിവെന്ന കരുണയുടെ കൂടാരം. ബഹുമാന്യനായ പണ്ഡിതൻ സിദ്ദീഖ് ഹസൻ സാഹിബിൻ്റെ നേതൃത്വത്തിലും നിർദ്ദേശാനുസരണവും 2 പതിറ്റാണ്ട് മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ആരംഭിച്ച സേവന സംരംഭമാണ് കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ്. 5 ജില്ലകൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തുന്ന നിർധനരായ രോഗികൾക്ക് മരുന്ന്, ഭക്ഷണം, കുടിവെള്ളം, സൗജന്യ നിരക്കിലുള്ള ആംബുലൻസ് സർവീസ്, മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണം, പെൻഷൻ, ആശ്വാസ് കൗൺസിലിംഗ് സെൻറ്റർ തുടങ്ങിയ മേഖലകളിൽ സ്തുത്യർഹമായ സേവനമാണ് കനിവ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. രോഗാവസ്ഥയോടൊപ്പം ദാരിദ്ര്യം തീർത്ത പട്ടിണി മനുഷ്യജന്മത്തെ മഹാദുരന്തമാക്കി തീർക്കുമ്പോൾ ഇവിടെയാണ് കനിവിൻ്റെ ഹൃദയവിശാലത വിജയമാക്കിക്കൊണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഓരോ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും സൗജന്യമായുള്ള ഭക്ഷണം വിതരണം ചെയ്തു പോരുന്നത്. കാലത്തും ഉച്ചയ്ക്കുമായി ദിനം പ്രതി 700ഓളം പേർക്കുള്ള ഈ സൗജന്യ ഭക്ഷണ വിതരണം തീർത്തും അന്നദാന മഹിമയേക്കാൾ ഉയർന്നു നിൽക്കുന്ന പുണ്യപ്രവൃത്തി തന്നെയാണ്. മാരകരോഗങ്ങൾ കടിപ്പെട്ട് കഴിയുന്ന നിർധന രോഗികൾക്കും കുടുംബത്തിനും കനിവൊരുക്കുന്ന സൗജന്യ റേഷൻ പദ്ധതി ഇതോടൊപ്പം ചേർത്തു വായിക്കേണ്ട ഒരനുബന്ധ സ്നേഹപാഠം കൂടിയാണ്. അത്യാസന്നരായി എത്തുന്ന എല്ലാ രോഗികൾക്കും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ കനിവിൻ്റെ സന്നദ്ധ പ്രവർത്തകർ സഹായഹസ്തവുമായി സദാ കാവൽ നിൽക്കുന്ന കാഴ്ച ഒരു യുവതയുടെ കടമയും കരുണയുമാണ് കടലാഴങ്ങളോളം പ്രതിഫലിപ്പിക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ കനിവിൻ്റെ കീഴിലുള്ള വിമൻസ് വിങ്ങിൻ്റെ പ്രവർത്തനം ശ്ലാഘനീയം തന്നെയാണ്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട വനിതാ വാർഡിലെ എല്ലാ രോഗികൾക്കും നിറമനസ്സോടെയുള്ള ഇവരുടെ സഹായ സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അപകടങ്ങളിൽപ്പെട്ട് ആശുപത്രിയിലെത്തുന്ന സ്ത്രീകൾക്ക് ഡ്രസ് ബാങ്ക് എന്ന പദ്ധതിയിലൂടെ വിതരണം ചെയ്യപ്പെടുന്ന വസ്ത്രങ്ങൾ ഒരലങ്കാരമല്ല, അനിവാര്യതയാണെന്ന പരമാർത്ഥം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഈ യാത്ര കട്ടിപ്പാറ എന്ന മലയോര ഗ്രാമത്തിലേക്കാണ്. പ്രകൃതിയുടെ സമതുലിതാവസ്ഥയ്ക്ക് വ്യതിയാനം സംഭവിക്കുമ്പോഴൊക്കെയും അവൾ സടകുടഞ്ഞെഴുന്നേൽക്കാറുണ്ട്. പ്രകൃതി ദുരന്തങ്ങളെല്ലാം അതിൻ്റെ സാക്ഷ്യപത്രങ്ങൾ തന്നെ. ഉരുൾപൊട്ടലിൻ്റെ അലറിക്കുതിപ്പിലും പ്രളയപ്രവാഹത്തിൻ്റെ ആർത്തലച്ചിലുകളിലും കെട്ടുപോയ കരിന്തിരി പോലുള്ള ജീവിതങ്ങൾ. മലയോര മക്കളുടെ ആവാസഭൂമിയും മനുഷ്യസ്നേഹത്തിൻ്റെ കുടിപ്പാർപ്പുകളുമാണ് സമീപകാല പ്രകൃതി ദുരന്തം നിർദാക്ഷിണ്യം ഇല്ലായ്മ ചെയ്തത്. ഇവിടെയാണ് കനിവ് ഗ്രാമം തണൽ വീടുകളുമായി കർത്തവ്യനിർവഹണത്തിൻ്റെ കാതലുള്ള പാഠം തുറന്നുവെക്കുന്നതും. സർവവും നഷ്ടപ്പെട്ട 8ഓളം കുടുംബങ്ങൾക്കാണ് കനിവ് ഗ്രാമത്തിൽ നിന്നും വീടൊരുക്കാനായി സൗജന്യ ഭൂമി അനുവദിച്ചിരിക്കുന്നത്. സ്വന്തം വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാനായി കനിവ് ഹോം എന്ന് നാമകരണം ചെയ്ത പദ്ധതിയിലൂടെ 24 ലക്ഷം രൂപ ചിലവഴിച്ച് 4 വീടുകളാണ് കട്ടിപ്പാറയിലെ കാർഗിൽ, വില്ലൂന്നിപ്പാറ, കന്നൂട്ടിപ്പാറ, ഈന്തോലക്കണ്ടി എന്നിവിടങ്ങളിലായി കനിവ് നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. ഗൃഹനിർമ്മിതിയോടൊപ്പം തന്നെ
പാവപ്പെട്ട കുടുംബങ്ങൾക്കായുള്ള ടോയ്ലറ്റ് നിർമ്മാണവും ദരിദ്ര വിദ്യാർത്ഥികൾക്കായുള്ള പഠന കിറ്റുകൾ, ആഘോഷവേളകളിൽ പുതുവസ്ത്രങ്ങൾ, മലയോര ഗ്രാമങ്ങളുടെ പട്ടിണി മാറ്റാൻ പരിസരവാസികൾക്കായുള്ള ഭക്ഷണ കിറ്റുകൾ, ഇവയുടെ വിതരണവും കനിവിൻ്റെ അളവറ്റ സ്നേഹത്തുടിപ്പിൻ്റെ അടയാളങ്ങളാണ്. മതഭേദ ചിന്തയില്ലാതെ മാനവികതയിൽ ഊന്നിക്കൊണ്ട് സൗഹാർദ്ദങ്ങളെ ഊട്ടിയുറപ്പിക്കുവാൻ, അയൽപ്പക്കങ്ങളെ ആത്മാർത്ഥതയുടെ സ്നേഹച്ചരടിൽ കോർത്തിണക്കുവാൻ കന്നിവൊരുക്കുന്ന ഇഫ്താർ വിരുന്ന് ബഹുസ്വരതയാർന്നൊരു സന്ദേശമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. തീർത്തും ആശാവഹമാണ്, അഭയകൂടാരമാണ്. കട്ടിപ്പാറയിലെ ചെമ്പ്രഗുണ്ടയിൽ 10 ഏക്കർ ഭൂമിയിലായി തഴച്ചു നിൽക്കുന്ന കനിവ് ഗ്രാമം. നമുക്ക് ആ പ്രദേശത്തിൻ്റെ പൂർണ്ണമായ പുനരധിവാസം സാധ്യമാകണമെങ്കിൽ അടിസ്ഥാനപരമായ ചില സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ ഒരു നല്ല ആരോഗ്യ കേന്ദ്രം അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് ഒരു തൊഴിൽ പരിശീലന കേന്ദ്രം നമ്മൾ അടിയന്തരമായി ആളുകൾക്ക് തൊഴിലെടുത്ത് ജീവിക്കുവാൻ കഴിയുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അവിടെ ഒരു വിദ്യാഭ്യാസ കേന്ദ്രം ചെറിയ തോതിലെങ്കിലും ആരംഭിച്ച് പ്രാഥമികമായ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങളിലും ഉണ്ടാക്കേണ്ടതുണ്ട്. ഒരു സാംസ്കാരിക കേന്ദ്രം നമുക്ക് അവിടെ ആവശ്യമുണ്ട്. ഇത്തരം പരിപാടികളൊക്കെ കനിവിൻ്റെ മുമ്പിലുള്ള ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. അതോടൊപ്പം ക്യാൻസർ രോഗികളായ ആളുകൾ ക്യാൻസർ ആശുപത്രികളിൽ താമസിക്കുക എന്ന് പറയുന്നത് വമ്പിച്ച ചെലവുണ്ടാക്കുന്ന സംഗതികളാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്ന സൗജന്യമായ ഒരു സംരംഭം, അവർക്ക് മരുന്ന് ഭക്ഷണമൊക്കെ സൗജന്യമായി ലഭിക്കുന്ന ഒരു സംരംഭത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾക്ക് പരിപാടികൾ ആവിഷ്കരിച്ച് തുടക്കം കുറിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. NIT രജിസ്ട്രാർ ലഫ്റ്റനന്റ് കേണൽ പങ്കജാക്ഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർമാരായ ദിനേശ് മകുനി, സുധീഷ് മനോഹരൻ, അഷ്റഫ് ഉസ്മാൻ, അജിത് കുമാർ, കനൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഷെരീഫ് കുറ്റിക്കാട്ടൂർ, മജ്ലിസ് എഡ്യൂക്കേഷൻ ബോർഡ് പ്രസിഡന്റ് സിബ്ഗത്തുള്ള, ICDF ഓഫീസർ ഗീത തുടങ്ങിയവർ പങ്കെടുത്തു. കനൂർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ പരിപാടികളൊക്കെ നിങ്ങൾ സുമനസ്സുകളായ ആളുകളുടെ സഹായത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്, പ്രപഞ്ചനാഥനിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഈ സംരംഭങ്ങളോട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. കനിവ് ഒരു കണ്ണാടിയാണ്. സ്നേഹത്തിൻ്റെ, സേവനത്തിൻ്റെ, സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെ നേർക്കുനേർ പിടിച്ച കണ്ണാടി. ആ കണ്ണാടിയിൽ കാണാം കനിവിൻ്റെ കനവും കരുത്തും.